ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് പുലർച്ചെ ഒരു 3 മണിയാണ് കേട്ടോ. ഒരു 2:30 ആകുമ്പോൾ തന്നെ അവർ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ മുതലേക്ക് ഉറക്കം ഇല്ല, അപ്പോൾ മുതലേ കാത്തിരിക്കണത്. അപ്പോൾ ഒരു 3-3:05 ആകുമ്പോൾ നമ്മളവിടെ അടുത്ത് ചാലിശ്ശേരി എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വേഗം എന്താ പറയുക, മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായി. ഇനി വിളക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ, കിണ്ടിയിൽ വെള്ളം കൊണ്ടുവയ്ക്കണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വേഗം ചെയ്യാതിരിച്ചു. എന്തൊരു 3:30 ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്തും. അപ്പോൾ ഞാൻ വേഗം തന്നെ വിളക്ക് വെക്കുകയാണ്. വിളക്കും പിന്നെ നമ്മളുടെ കല്ലുണ്ടല്ലോ അത് കഴുകിയിട്ട് തിരിയും അതുപോലെ കർപ്പൂരമൊക്കെ കത്തിച്ച് വെക്കണം. അപ്പോൾ അവരോട് എത്താനായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആ പരിപാടികൾ വേഗം നോക്കാൻ വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വിനിതേനൊക്കെ വിളിച്ചിട്ടുണ്ടായി. വിനിതയും സുഖവും അച്ഛനും എല്ലാവരെയും വിളിച്ചു അവരെത്താനായി എന്ന് പറഞ്ഞിട്ട്. കാരണം എല്ലാവരും നല്ല ഉറക്കത്തിൻ്റെ സമയമല്ലേ, 2-2:30 എന്നൊക്കെ പറയുമ്പോൾ. 2:30 അല്ല, ഇവിടെ എത്തുമ്പോൾ 3:15-3:30 ഉണ്ടായിട്ടാണ്. എനിക്ക് പിന്നെ 2 മണിക്ക് മുതലേ ഉറക്കമില്ല. അവിടെ ഗുരുവായൂർ എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉറക്കം പോയിക്കുന്നു. അപ്പോൾ ഞാൻ വേഗം കല്ലൊക്കെ കഴുകി അവിടെ വെച്ചു. പിന്നെ നമുക്ക് ഉടയ്ക്കാനുള്ള തേങ്ങ 4 എണ്ണം അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഇടവഴിയിലവിടെ ഇറങ്ങിയിട്ട് നമ്മളെ ദേവൂട്ടറെ സംസാരം അങ്ങനെ ഇങ്ങോട്ട് തന്നെ കേൾക്കാണ്ട്. അപ്പോൾ സുഖം അവിടെ ഉണ്ടായിരുന്ന വണ്ടി അങ്ങോട്ട് നീക്കി വെച്ചാൽ ഇനി തേങ്ങ ഉടയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് തെറിക്കണ്ട പറഞ്ഞിട്ട് പച്ചതാ ടോർച്ചിട്ടാണ്ട് പോകാൻ കേട്ടോ. ഇടവഴിയിലേക്ക് വെളിച്ചം ഉണ്ടാവില്ല, അപ്പോൾ ടോർച്ചടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതാ വരുന്നത് നമ്മളെ ദേവൂട്ടി എന്താ വരാൻ ഛർദ്ദിക്കുക അങ്ങനെ എന്താ ചെയ്തപ്പോൾ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് അവൾ പിന്നെ തോർത്തെടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ചാലിശ്ശേരി എത്തുമ്പോഴൊന്നും ഛർദ്ദിച്ചത്. പിന്നെ നമ്മളെല്ലാവരും കാൽമയ്ക്കും കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിച്ചു. തേങ്ങ ഉടയ്ക്കാനുള്ള തേങ്ങയും കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കുടച്ചത് അവർ കയറി. അങ്ങനെ പിന്നെ ഒരുപാട് വിശേഷങ്ങൾ പറച്ചിലായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് കേട്ടിരുന്നു. അതുപോലെ കളിപ്പാട്ടങ്ങൾ കാണിക്കുന്ന തിരക്കാണ് അവൾക്ക്. ഇതാണ് അച്ചുട്ടിന് വാങ്ങിയത്, ഇതാണ് സുത്തുട്ടന് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉടച്ച നാളികേരമൊക്കെ അച്ഛനും സുഖം കൂടി പറക്കി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫാൻസി സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ രണ്ടാളും കൂടിയിട്ട് പറയുകയാണ്, ഇത് ഇന്ന ആൾക്ക് ഇത് എനിക്ക് നടക്കുന്നൊക്കെ. അപ്പോൾ അതവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. രുദ്രനായിട്ട് എണീപ്പിച്ച് കൊടുന്ന് അവനിങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതാ സാധനങ്ങൾ നമ്മളുടെ പ്രസാദമൊക്കെ ആവശ്യത്തിന് മാത്രം വാങ്ങിക്കോളൂ കേട്ടോ. അരവണ എല്ലാ പ്രാവശ്യം ഇവിടെ ഒരു ബോട്ടിൽ ബാക്കിയാവും. ഇപ്രാവശ്യം എണ്ണം പറഞ്ഞിട്ട് അതിനനുസരിച്ച് മാത്രം വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ തലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ കുളിക്കാൻ പോയിട്ട് അമ്പലത്തിലേക്ക് മാല ഊരാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ കിടക്കേണ്ട സമയം ഇപ്പോൾ 5:30 ആവാനായിട്ടാണ്. കുറേ നേരം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതൊക്കെ കാണിച്ച് തന്ന് അവർക്ക് അവരുടെ സന്തോഷം. അപ്പോൾ ഒക്കെ എല്ലാവരും കൂടെ കുളിക്കാൻ പോയിട്ടുണ്ട്. അമ്മയും പിള്ളേരും ഏട്ടനെ കുളിക്ക്. ഇനിയിപ്പോൾ ഞാനും എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കിടന്നെങ്കിൽ നല്ല ഉറങ്ങിപ്പോ പിന്നെ ഉറങ്ങണം. നേരെ കുളിക്കാൻ വിചാരിച്ചു. ഞാൻ അവർ വരുമ്പോൾ ഞാനും കുളിക്കാൻ വിചാരിച്ചു. അപ്പോൾ കുളിച്ചിട്ട് കാണാം. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അവർ എത്തിയിട്ടില്ല. നമുക്കിനി എന്നത്തെയും പോലെ പണികൾ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. നമ്മളിനി വലിച്ചു നീട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വന്ന് കുറേ കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.